ഹലോ, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗോഡോക്സിൻ്റെ IT30 Pro ഫ്ലാഷ് ആണ്. ഇതൊരു ഫ്ലാഷ് മാത്രമല്ല, ഇതൊരു ഫ്ലാഷ്, ഒരു ട്രിഗർ, ഒരു റിസീവർ, ഇത് മൂന്നും കൂടി 3-in-1 പ്രോഡക്റ്റ് ആണ്. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്നത് അതാണ് ഫ്ലാഷ്. ഒരു ചെറിയ പോക്കറ്റ് മിനി ഫ്ലാഷ് ആണ്. ഒക്കെ മാറ്റി വയ്ക്കാം. ബാക്കി അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കവറിനകത്ത് വരുന്നത് ഒരു ബോക്സ്, ഓക്കെ, അതിനകത്തൊരു കേബിൾ, ഒരു ചാർജിങ് കേബിളുണ്ട്, ഒരു പൗച്ചുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. കവറിനകത്ത് വേറെ അഡീഷണൽ ഒന്നുമില്ല. ഓക്കെ, നമുക്കിനി ഫ്ലാഷിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ മിനി പോക്കറ്റ് ഫ്ലാഷ്, ഗോഡോക്സിൻ്റെ IT30 Pro. ഓക്കെ, ഈ ഫ്രണ്ടിൽ ഇത് വരുന്നതാണ് ഫ്ലാഷ് സൈഡിൽ വരുന്ന ഈ സ്വിച്ച്. ഇത് നമ്മുടെ മുമ്പിലത്തെ ഫ്ലാഷിൻ്റെ ഉള്ള ഡിഫ്യൂസർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ്. നമുക്കത് കാണിക്കുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഡിഫ്യൂസർ മാറുന്ന നമുക്ക് കാണാം. ഓക്കെ, ഇത് കൂടാണ്ട് വരുന്നത് റൊട്ടേറ്റിംഗ് വീല് വരുന്നുണ്ട്, അതുപോലെ ഒരു 3 സ്വിച്ച്, ഒരു ഡിസ്പ്ലേ. ഇത്രയാണ് ഈ ഫ്ലാഷിൽ വരുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് ഓൺ ആക്കാം. ഓണാക്കുമ്പോൾ നമ്മൾ പവർ സ്വിച്ചിൽ ഓണാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ റൊട്ടേറ്റിംഗ് വീല് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഓണായി വരുന്നത്. ഓക്കെ, ഞാനത് ഓഫ്കോഴ്സ് ഞാനത് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അതിൻ്റെ ഇത് ഓണാക്കിയതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഡിസ്പ്ലേ കാണുന്നത്. ഓണാക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് ഒക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്കും ഇതിപ്പം 3 രീതിയിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് നോർമലി വരുമ്പോഴത്തേക്കും ഫ്ലാഷ് മോഡിലായിരിക്കും വരുന്നത്. ഇത് ടാപ്പ് ചെയ്യുമ്പോൾ ഇതാണ് ഫ്ലാഷ് മോഡ്, ഇൻബിൽട്ടായിട്ട് ഫ്ലാഷ് മോഡിൽ വരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലാഷ് ഫയർ ചെയ്യുമ്പോൾ അതുപോലെ ഫയർ ചെയ്യും. ഓക്കെ, നമുക്കിത് മാനുവൽ മോഡുണ്ട്, മൾട്ടി മോഡുണ്ട്, ഡീറ്റെയിൽ മോഡുണ്ട്. അങ്ങനെ 3 മോഡുകൾ ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് റിസീവർ മോഡിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, 1 ടാപ്പ് അത് റിസീവർ മോഡിലേക്കായി. റിസീവർ മോഡിൽ നമ്മളിനിപ്പം ഫ്ലാഷ് വേറെ ഇതുപോലെ AD200 പോലുള്ള ഫ്ലാഷുകളിലേക്ക് നമുക്കിനി ഫയർ ചെയ്യുമ്പോൾ അതിന് ഇത് ചെയ്യും. അപ്പോൾ നമുക്കത് ഇത് കഴിയുമ്പോഴത്തേക്കും കേട്ടോ, ഇതുപോലെ 3 ചാനലാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്, ABC. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് നമ്മൾ റൊട്ടേറ്റിംഗ് വീല് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം, ഈ ചാനൽസ് സെലക്ട് ചെയ്യാം. ഈ ചാനൽസ് ഇപ്പം ഇത് മാസ്റ്റർ ഓൾറെഡി ഓഫ് ആക്കിയിട്ടേക്കുവാണ്. ഇനിയിപ്പം ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നോർമലി ഇതുപോലെ ഓഫ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, മാസ്റ്റർ ഓൺ ആയിരിക്കും, മാസ്റ്റർ മാത്രമായിരിക്കും ഓണായി കിടക്കുക. അപ്പോൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് മാറ്റാൻ പറ്റും. ഇതുപോലെ മാസ്റ്റർ ഓണായി കിടക്കും. നമുക്കിപ്പം ഓരോ ചാനലായിട്ട് നമുക്ക് ഓൺ ആക്കണമെങ്കിൽ ആ ചാനലിൽ സെലക്ഷൻ കൊണ്ടുവരിക, അതിന് സെറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇത് ഡീറ്റെയിൽ മോഡാണ്. ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനുവൽ മോഡിലേക്ക് വന്നു. നമുക്കിനി അതിനകത്ത് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ വരും. അതായത് നോർമലി ഇപ്പോൾ നമുക്ക് അതിനകത്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് മാറ്റാം. ഇനി അതല്ല ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കളർ വരും. പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ചാനലിൻ്റെ പവർ മാറ്റാം, ഇനി അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് മാറ്റാം. അങ്ങനെ 3 രീതി നമുക്ക് അതിൻ്റെ പവർ മാറ്റാൻ പറ്റും. ഓക്കെ, അത്രയാണ് നമുക്ക് ഇതിൻ്റെ ചാനലിൻ്റെ സെറ്റിങ്സിൽ വരുന്ന. വേറെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ റിസീവർ മോഡുണ്ട്. ഇതുപോലെ ഫ്ലാഷുകളിലേക്ക് അടിക്കാനായിട്ട് നമുക്ക് ട്രിഗർ മോഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചാനൽ സെറ്റ് ചെയ്യാനായിട്ട് ചാനൽ ഇതുണ്ട്. അതിനകത്ത് നമ്മൾ നമ്മുടെ ഫ്ലാഷിനകത്തുള്ള ചാനൽ ഏതാണോ ആ സെയിം ചാനലോടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ ഇതാണ് മെനു. ഇതിൻ്റെ മെയിൻ മെനു വരുന്നത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇത് അതിൻ്റെ ട്രിഗർ ഡിസ്റ്റൻസ് നമ്മൾ 1 to 100 ആണ് ട്രിഗർ ഡിസ്റ്റൻസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുക, അത് ഓൾറെഡി അത് സെലക്ട് ആക്കണം. പിന്നെ ഇത് സ്ലേവ് മോഡാണ്, S1 S2 അത് എല്ലാവർക്കും അറിയാം. അത് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. പിന്നെ അത് കൂടാണ്ട് അതിനകത്ത് കുറച്ച് നമുക്ക് സ്റ്റാൻഡ് ബൈയും, ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്, പവർ ഓഫ്, റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ, പിന്നെ ഡിവൈസ് ഇൻഫോ, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ മെനുവിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഫ്ലാഷിൽ വരുന്ന പോലത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഡിഫ്യൂസർ ഓഫ് ആക്കാനുള്ള, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇത് കാണാം കേട്ടോ. നമ്മൾ ഡിഫ്യൂസർ ഓൺ ആക്കുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ പോയി നമ്മൾ ഡിഫ്യൂസർ ഓൺ ആണോ അല്ലയോ എന്ന് നമുക്ക് അത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത്ര ഡീറ്റെയിൽസ് ഒക്കെ ആയതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഫ്ലാഷ് കണ്ടോ, ഇപ്പോൾ ട്രിഗർ മോഡിലാണ്. ഇപ്പോൾ ഫയർ ചെയ്യുമ്പോൾ ഫ്ലാഷ് ഫയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഈ ഒരു ഫ്ലാഷും കൂടി ഫയർ ചെയ്യുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ക്യാമറയുടെ മുകളിൽ കണക്ട് ചെയ്തിട്ടില്ല. മാസ്റ്റർ മോഡ് ഓൺ ആണ്. മാസ്റ്റർ നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മാസ്റ്ററിൻ്റെ അവിടെ സെലക്ഷൻ കൊണ്ടുവരിക, അത് റോൾ ചെയ്ത് കൊണ്ടുവരിക, സെറ്റിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫയർ ചെയ്യുമ്പോഴും ഈ ഫ്ലാഷ് ഫയർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ക്യാമറയുടെ മുകളിൽ ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അത് ഓഫ് ആയിക്കോളും. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഈ ഫയർ ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ ക്യാമറയുടെ മുകളിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഓഫ് ആയിക്കോളും. നമ്മുടെ ഫ്ലാഷ് മറ്റേ AD മാത്രം കണക്ട് ചെയ്തത് മാത്രമാവും. ഓക്കെ, ഇപ്പം നമ്മൾ റിസീവർ മോഡിലേക്ക് മാറ്റി. ഇതാണ് റിസീവർ മോഡ്. അപ്പോൾ നമ്മൾ AD പോലെ തന്നെ റിസീവർ മോഡായി. ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഇതുപോലെ ട്രിഗർ ഉണ്ടെങ്കിൽ ട്രിഗർ ഓൺ ആക്കി കഴിഞ്ഞിട്ട്
അതിൽ നമ്മൾ ഈ 7 ഈ സെയിം ചാനൽ തന്നെയാണല്ലോ, ആ സെയിം ചാനൽ തന്നെ നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അതടിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം വളരെ സിമ്പിളാണ്. നമുക്കിപ്പം പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ഇപ്പം ഈ AD അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്ലാഷുകൾ നമ്മൾ കയ്യിലില്ല, ഇതുപോലൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു, ഇത് നമ്മുടെ ട്രിഗർ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു റിസീവർ മോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇത് അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇത് 3-in-1 പ്രോഡക്റ്റായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ഒരു ഹിന്ദു വെഡ്ഡിങ്, അതല്ലെങ്കിൽ നമ്മളൊരു ബാപ്റ്റിസം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എടുക്കാൻ നേരത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഫ്ലാഷ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടാവും, അതുപോലെ ഈ ഫ്ലാഷുകൾ നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടാവും, അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് ഒരു വേറൊരു സ്ഥലത്തേക്ക് മാറേണ്ട വന്നു. അപ്പോൾ നമ്മുടെ ഈ ഫ്ലാഷിൻ്റെ യൂസ് പറ്റാത്തൊരു സ്ഥലത്തേക്ക് മാറേണ്ട വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഈ ഡിഫ്യൂസർ ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ ഓണാക്കി കിടക്കുമ്പോൾ നമ്മൾ ഈ ഫ്ലാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ഫീലിംഗ് ആയിട്ടാണ് വരുന്നത്, ഹാർഡ് ഫയറിങ് വരുന്നില്ല, നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്നൊരു ഇമേജ് നമുക്ക് പോവാതെ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ട്രിഗർ മാറ്റിയിട്ട് ഒരു ഫ്ലാഷ് വെക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ, ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള ആൾ എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ വെരി യൂസ്ഫുള്ളാണ്. അത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. വേറെ കൂടുതൽ വലിയ ഇതൊന്നുമില്ല, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് പറയുവാണെങ്കിൽ 2 നെഗറ്റീവാണ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ പവർ ബട്ടൺ ഇതിൽ ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് ഓണായി വരുന്നത്. ഓക്കെ, പെട്ടെന്ന് ഓണായി വരുന്നുണ്ട്, പക്ഷേ നമുക്ക് ഈ സാധനത്തിലൊന്ന് സ്ലൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഫ്ലാഷ് ഓൺ ആവുന്നുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി യൂസ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു സെക്കൻഡ് ഓഫ് ടൈമിൻ്റെ ഇതിൽ നമുക്ക് മാത്രം ഒരു ചെറിയൊരു ഡിലേ വരുന്നുണ്ടെന്നുള്ളത് ഒന്നാമത്തെ ഒരു യൂസ് ഒരു പ്രോബ്ലമാണ്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം വരുന്നത്, ഈ 2 പ്രോബ്ലമാണ് എനിക്ക് എൻ്റെ ഒരു ഇതിൽ വന്നോളും. നമ്മളിപ്പം ക്യാമറ മേളിൽ സാധനം വയ്ക്കുമ്പോൾ ഇത് വളരെ ചെറുതാണല്ലോ, ഇത്ര ക്യാമറ മേളിൽ നിന്ന് ഇത്ര മുകളിലാണ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലെൻസ് ഇടുമ്പോൾ ചെറിയ ലെൻസുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ലെങ്ത് ഉള്ള ലെൻസുകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഫ്ലാഷിൻ്റെ ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഹുഡ്, ഇപ്പം ഞാനിപ്പം 35 സിഗ്മ 1.4 35 ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഹുഡ് കുറച്ചിങ്ങനെ ഫ്ലവർ വരുമല്ലോ, അതിലേക്ക് ഈ ഫ്ലാഷ് ഫയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ അടിച്ചിട്ട് നമ്മൾ ലോങ് ആയിട്ടുള്ള ഒരു ലോങ് വ്യൂ ഫോട്ടോ എടുക്കുമ്പോൾ കുഴപ്പമില്ല, ഒരു ഷോർട്ടായിട്ടുള്ള ലെങ്ത്തിലുള്ളൊരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു ആർച്ച് പോലെ ഒരു ഷെയ്ഡ് ഇതിൻ്റെ വരുന്നുണ്ട്. ഹുഡ് ഊരി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. അതാണ് ഇത്. പക്ഷെ അത് നമ്മൾ കുറച്ച് വൈഡ് നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ആക്ച്വലി അതിൻ്റെ ഒരു പ്രശ്നം ആ ഒരു ഫോട്ടോയിൽ അത്ര എഫക്റ്റീവായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതല്ല. പിന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ യൂസ് എന്താണ്, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാഷ് യൂസ് ചെയ്യാനുള്ളൊരു ഇതുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിക്ചർ, നല്ലൊരു മൊമെൻറ്റ് ഒന്നും കിട്ടാത്ത രീതിക്ക് പോകുന്നതിനേക്കാളും ബെറ്ററാണ്. പിന്നെ ഇതിൻ്റെ പവർ കുറച്ച് കൊടുക്കുക. നമുക്ക് ഇപ്പോഴത്തെ ക്യാമറകളെല്ലാം ലോ ലൈറ്റ് ക്യാമറകളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ലൈറ്റ് കയറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്ര പ്രശ്നം വരത്തില്ല. ഹാർഡ് ലൈറ്റായിട്ട് അത് പവർ കൂട്ടിയിട്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ അത്ര ഒരു ഹാർഡായിട്ടുള്ളൊരു ഷാഡോ എന്ത് വരാൻ സാധ്യതയുള്ളൂ. എനിവേ അത്രയൊക്കെ ഉള്ളൂ. അതർവൈസ് ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. ഇപ്പോൾ നമുക്കിപ്പം ക്യാമറ മേളിൽ വെച്ച് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഇൻബിൽട്ട് ബാറ്ററിയാണ് വരുന്നത്, C ടൈപ്പ് ചാർജിങ് ആണ്. എല്ലാം കൊണ്ട് നമുക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഇത് സിംഗിൾ ചാർജിൽ 500+ ഫയറിംഗ് ആണ് കമ്പനി പറയുന്നത്. എനിവേ അത്രയും കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അത് കൂടുതൽ കിട്ടും. കാരണം നമ്മൾ ഒരിക്കലും ഫുൾ പവറിൽ നമ്മളൊരു ഫ്ലാഷ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. നമ്മളൊരു ഹാഫ് പവറിൽ അല്ലെങ്കിൽ ഒരു 16:8 അതിനപ്പുറത്തേക്ക് നമ്മൾ 4-ലേക്കോ 2-ലേക്കോ 1-ലേക്കോ ഒന്നും അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം അധികം വരാറില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ വരാറില്ല. അങ്ങനെ വന്നാൽ തന്നെ 500+ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതുണ്ടോ, വളരെ സിമ്പിളാണ്. ടച്ച് ചെയ്തൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഇതിനകത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മോഡ് മാറ്റാനായിട്ട് മൾട്ടിയായി TTL ആയി കഴിഞ്ഞാൽ TTL എന്ന് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മിനി ഫ്ലാഷാണ്. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.